മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൊല്ലപ്പള്ളിയിലേക്കുള്ളവരൊക്കെ കടപ്പാട്ടിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി. പോരാത്തതിന് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് രോഹിത് അങ്ങോട്ടേക്ക് പോയല്ലോ. ബാലചന്ദ്രൻ ഫോണിൽ നോക്കി പിറുപിറുക്കുന്നുണ്ട്. ഇതെന്തു പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കൃഷ്ണമോളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. രോഹിത് ആണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ബാലചന്ദ്രന് ആകെ ടെൻഷനായി. ശിവശങ്കരനും രാജീവനും ഗോവർദ്ധനും ഒന്നും അവിടെ ഇല്ലാത്തതാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവർദ്ധനൻ വരുന്നത്. ഗോവർദ്ധനെ കണ്ടതോടുകൂടി തന്നെ രാജീവൻ തന്ത്രപൂർവ്വം തന്നെ ആഹാരം കഴിക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റി. ബാലചന്ദ്രൻ അവിടെ തനിച്ചായിരുന്നു. താൻ എന്തായാലും ഇവിടെ വേണമല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ ഇവിടെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ്ട് ബാലചന്ദ്രൻ. അപ്പോഴാണ് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് സമാധാനമായി. മനു വന്നിട്ട് വൈജയന്തിയെ കുറിച്ച് ചോദിച്ചു. ബോധം തെളിഞ്ഞോ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ലടാ, ഇപ്പോഴും സെഡേഷനിലാണ്. രണ്ടു കാലിനും നല്ല ഫ്രാക്ചർ ഉണ്ട്. കയ്യിനും ഇടുപ്പിനും ഒക്കെ നല്ല പരിക്കാണ്. പെട്ടെന്നൊന്നും തന്നെ എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. അവൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെയുള്ള ശിക്ഷ അനുഭവിക്കാതെ അവൾക്കങ്ങ് പോവാനൊന്നും പറ്റില്ലല്ലോ. മനു അത് കേട്ടപ്പോൾ ആശ്വസിപ്പിച്ചു. അങ്കിൾ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട. ബാലചന്ദ്രൻ മെല്ലെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. മനു അപ്പൊ തന്നെ പറഞ്ഞു, എന്നാ കൃഷ്ണമോളെ വിളിച്ചു നോക്കാം. പക്ഷേ അതും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വിവരം പറഞ്ഞു. രോഹിത്തും കൃഷ്ണമോളും ഇവിടെ വന്നിരുന്നു. നിന്റെ അമ്മയും ഹരിയും ഒക്കെ കടപ്പാട്ട് വീട്ടിലേക്ക് പോയെന്ന് അവർ പറഞ്ഞു. മനുവിന് അത് കേട്ടപ്പോൾ തന്നെ സംശയമായി. കടപ്പാട്ടൂരിലേക്കോ? ബാലചന്ദ്രൻ പറഞ്ഞു, അതേടാ, അലീനയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. മനു ഉടനെ തന്നെ പറഞ്ഞു, അങ്കിൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി നോക്കാം. അങ്കിൾ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നും വേണ്ട. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ വല്ല അറ്റാക്കും വരും. മനു അവിടെ നിന്ന് പോകുമ്പോഴും അലീനയെ വിളിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അലീനയെ കിട്ടുന്നില്ല. ഇതെന്താ പറ്റിയത് എന്ന് മനു ആലോചിച്ചു. പക്ഷേ പാവം മനുവിന് അറിയില്ലല്ലോ, അലീനയുടെ ഫോണ് ശിവശങ്കരൻ സംഘം കൂടി പിടിച്ചു വാങ്ങി അവളെ പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട കാര്യമൊന്നും. അലീനക്ക് പോവാൻ വേറെ ഒരിടവുമില്ല. അവൾ ഇങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാമെന്നതായിരുന്നു ബബിതയുടെയും ശിവശങ്കറിന്റെയും കണക്കുകൂട്ടൽ. പക്ഷേ അലീന സാധാരണ പെണ്ണൊന്നുമല്ലല്ലോ. അവൾക്ക് നല്ല ധൈര്യമുണ്ട്. അവൾ നേരെ പോകുന്നത് ദേവമാതാ ഹോസ്പിറ്റലിലേക്കാണ്, തന്റെ അമ്മയെ കാണാൻ. ഇതേ സമയം മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെന്നു. കൃഷ്ണമോളെ കണ്ടതും മനു ചോദിച്ചു, അലീന എവിടെ? കൃഷ്ണമോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലീന ചേച്ചി ഇവിടെ ഇല്ല മനുവേട്ടാ. രോഹിതേട്ടൻ എന്റെ ഫോൺ വാങ്ങിച്ചു വെച്ചു. ചേച്ചി എവിടേക്കാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല. ഇവർ പറയുന്നത് ചേച്ചി പോയെന്നൊക്കെയാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനു വേഗം തന്നെ അലീനയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ ആരുമില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ചില്ലു കുപ്പിയൊക്കെ ചിതറിക്കിടക്കുന്നത് കണ്ടു. മനുവിന് അന്നേരം കാര്യം ഏകദേശമൊക്കെ പിടികിട്ടി. എന്തോ അരുതാത്തത് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ശിവശങ്കരനും ബബിതയും കമലയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. കമല മനുവിനെ കണ്ടതോടുകൂടെ ഒന്ന് ഞെട്ടി. മനു കടുപ്പത്തിൽ ചോദിച്ചു, എന്റെ അമ്മേ, അലീന എവിടെ? ശിവശങ്കരൻ ഇടക്ക് കയറി പറഞ്ഞു, നീ എന്തിനാടാ അവളുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്? മനു വിട്ടില്ല. ചോദിച്ചെന്നുള്ള മറുപടി പറ. അവൾ എവിടെ? ശിവശങ്കരൻ പുച്ഛത്തോടെ പറഞ്ഞു. അവൾ പോയി. മനു പറയുന്നുണ്ട്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, സത്യം പറഞ്ഞോ? കമല ചോദിച്ചു. അവൾ നിന്റെ ആരാടാ? നീ ഇത്രക്കൊക്കെ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്? അവൾ വെറും ഒരു ജോലിക്കാരിയല്ലേ? മനു ദേഷ്യത്തോടെ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആദ്യം അവൾ എവിടെയെന്ന് നിങ്ങൾ പറ. ശിവശങ്കരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവളെ ഇറക്കി വിട്ടു, സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മനു ആകെ കട്ടക്കലിപ്പിലായി. ശിവശങ്കരന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ മനു പറഞ്ഞു, അച്ഛൻ അന്നും ഇന്നും ഒന്നും നോക്കൂല. അലീനക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുക. അങ്കിൾ എങ്ങാനും ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഇവിടെ ആ ഒരു കുപ്പിയൊക്കെ പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന്. നിങ്ങൾ അവളെ വല്ലതും ചെയ്തോ? അത് കേട്ടപ്പോ കമല പേടിച്ചു. എടാ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലടാ. മനു നേരെ ഹരിയുടെയും രോഹിത്തിന്റെ മുറിയിലേക്ക് ചെന്നു. അവർ അലീന പോയ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. മനുവിനെ കണ്ടതോടുകൂടി തന്നെ രണ്ടുപേരും പേടിച്ചു വിറച്ചു. മനു ഹരിയുടെ കോളറിനങ്ങ് കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സത്യം പറയടാ, അലീന എവിടെ? ഹരി പറഞ്ഞു, അവൾ അവൾ ഇവിടെയില്ല. മനു അലറി, നീ ഒക്കെ കൂടി അവളെ എന്തു ചെയ്തുടാ? കൊന്നു കളഞ്ഞോ? രോഹിത് പറഞ്ഞു, എന്തൊക്കെയാ മനുവേട്ട ഈ പറയുന്നത്? മനു വിട്ടില്ല. നിങ്ങളുടെ പഴയ പരിപാടിയൊക്കെ എനിക്കറിയാമടാ. ഇപ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഹരി പേടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അവളെ ആ ഒരു പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് മനുവേട്ട. മനു അവന്റെ കർണക്കുട്ടി നോക്കി ഒരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചു. ഫോൺ എവിടെടാ? അങ്ങനെ ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ഫോണ് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് വിട്ടത്. മനുവിന് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. അങ്കിൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാവുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു വേഗം തന്നെ അവിടെ നിന്നും തിരിഞ്ഞ് അലീനയുടെ അടുത്തേക്ക് പോയി. മനു പോയതോടുകൂടെ തന്നെ കമലമ്മ പേടിച്ചു. ശിവേട്ട, ഇനിയിപ്പോ ഇത് പ്രശ്നമാവുമെന്ന് തോന്നുന്നു. അവൻ എങ്ങാനും ബാലചന്ദ്രനോട് ഇതൊക്കെ പറയുമോ? ശിവശങ്കരൻ സമാധാനിപ്പിച്ചു. നീ പോ കമലേ,
അവൾ ഇവിടെ നിന്ന് പോയല്ലോ, അത് മതി. അലീന ഈ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. ബാലചന്ദ്രൻ കസേരയിൽ തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ വിളിച്ചു, അച്ഛാ. ആ വിളി കേട്ട് ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ അലീനയെ കണ്ടു. മോളെ, ഇതെന്താ ബാഗുമൊക്കെയായിട്ട്? എന്തു പറ്റി? അലീന അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ ആരെങ്കിലും അവിടെ നിന്നും ഇറക്കി വിട്ടതാണോ? സത്യം പറ, നീ എന്താ ബാഗുമായിട്ട്? അലീന ആദ്യമൊന്നും പറഞ്ഞില്ല എങ്കിലും ബാലചന്ദ്രൻ നിർബന്ധിച്ചപ്പോൾ അവൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഞാൻ കാരണം അമ്മക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല അച്ഛാ. ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോളാം. ബാലചന്ദ്രൻ അന്നേരം ദേഷ്യപ്പെട്ടു. നിന്നെ ആരാണ് അവിടെ നിന്നും ഇറക്കി വിട്ടത്? കള്ളം പറയണ്ട. ഒടുവിൽ സത്യം പറഞ്ഞപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം ഇരട്ടിച്ചു. അലീന പറയുന്നുണ്ട്, അച്ഛാ, ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അമ്മക്ക് സുഖമാവട്ടെ. ബാലചന്ദ്രൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. മോളെ, നീ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പല സത്യങ്ങളും അറിഞ്ഞത്. വൈജയന്തി എന്നെ ഇത്ര കാലം പറ്റിക്കുകയായിരുന്നു. നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിനക്കൊരു അച്ഛനുണ്ട്, അനുജത്തിയുണ്ട് എന്നൊന്നും പറഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത്. നീ അനാഥാലയത്തിൽ വളർന്നതല്ലേ, നിനക്ക് അങ്ങനെ പോവാൻ എളുപ്പമായിരിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെട്ടു. അലീന ആകെ വിഷമത്തിലായി. ഇനി എങ്ങോട്ടേക്ക് പോകണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അലീന. പക്ഷേ അലീനക്ക് അങ്ങനെ അധികകാലമൊന്നും ബാലചന്ദ്രനിൽ നിന്നും അകന്നു നിൽക്കാനൊന്നും സാധിക്കില്ല. വൈജയന്തിയെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോവാനും അലീനക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തിയെ നോക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അലീന തിരിച്ചു വരും. ഒപ്പം തന്നെ കടപ്പാട്ടൂർ വീട്ടിൽ ശിവശങ്കരനും കമലക്കും അർഹിക്കുന്ന പണി തന്നെ ബാലചന്ദ്രൻ തിരിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്. ബാലചന്ദ്രൻ അങ്ങനെ ദേഷ്യപ്പെട്ട് മാറി നിന്നപ്പോൾ അലീന ആകെ തകർന്നുപോയി. ഹോസ്പിറ്റലിലെ ഇടനാഴികൾ ആ തണുത്ത കസേരയിൽ തല താഴ്ത്തിയിരിക്കുന്ന അലീനയുടെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് കിതച്ചുകൊണ്ട് തന്നെ മനുശങ്കർ ഓടി വരുന്നത്. അലീനയെ അവിടെ കണ്ടതും മനുവിന് ശ്വാസം നേരെ വീണു. മനു അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് കിതപ്പോട് ചോദിച്ചു, അലീന, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എത്ര സ്ഥലത്ത് നിന്നെ തിരഞ്ഞു എന്നറിയാമോ? അലീന മുഖമുയർത്തി നോക്കുമ്പോൾ മനുവിന്റെ കണ്ണുകളിലെ ആ ആകുലത അവൾക്ക് വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അവർ എന്നെ ഇറക്കി വിട്ടു മനുവേട്ട. അച്ഛനും എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അലീനയുടെ വാക്കുകളെല്ലാം തന്നെ ഇടറുന്നുണ്ടായിരുന്നു. മനു അവളുടെ കൈകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അതൊന്നും സാരമില്ലേ, അവർക്ക് തന്നെ അറിയില്ല. അങ്കിൾ ഇപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. തൽക്കാലം നീ എന്റെ കൂടെ വായോ. അങ്ങനെ മനു അലീനയെ കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം കടപ്പാട്ടൂർ വീട്ടിൽ ശിവശങ്കരനും കമലയും വിജയാഘോഷത്തിലായിരുന്നു. ഇനി ആ അലീനയുടെ നിഴൽ പോലും ഈ വഴിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. ശിവശങ്കരൻ ആ ഒരു ഗ്ലാസ്സിലെ പാനീയം നുണഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികമൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടിയ വൈജയന്തിയുമായി കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തി. കൂടെ അലീനയും മനുവും ഉണ്ടായിരുന്നു. വീടിന്റെ ഉമ്മറത്ത് അവരെ കണ്ടതോടുകൂടി തന്നെ കമലയുടെ മുഖം അങ്ങ് വിളറി. ഇവളെന്താ ഇവിടെ എന്ന് ബബിത ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങ് ഗർജിച്ചു. നിന്റെയൊന്നും അനുവാദം ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ വീടിന്റെ ആധാരം എന്റെ കയ്യിലാണ്. വൈജയന്തിയെ നോക്കാൻ ഇവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അലീന തന്നെയായിരിക്കും ഇനി വൈജയന്തിയെ നോക്കാൻ പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് സമയത്ത് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. എതിർപ്പുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പടിയിറങ്ങാമെന്നും പറയാണ് ബാലചന്ദ്രൻ. പിന്നീട് അങ്ങനെ അടുത്ത കുറച്ചു ദിവസങ്ങൾ ആ വീട്ടിൽ വലിയ പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു. അലീന വൈജയന്തിയെ ശുശ്രൂഷിക്കുന്നത് കണ്ട് ശിവശങ്കരനും സംഘവും ഓരോ കുതന്ത്രങ്ങൾ മെനഞ്ഞു. ഒരിക്കൽ വൈജയന്തിക്ക് കൊടുക്കാനുള്ള മരുന്നിൽ ഭവിത വിഷം കലർത്താൻ ശ്രമിക്കുന്നത് അലീന കയ്യോടെ പിടികൂടി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലീന ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. ബാലചന്ദ്രൻ ശിവശങ്കരന്റെ കരണത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും കാലം എന്റെ കണ്ണിൽ പൊടിയിട്ടത് മതി. നീയൊക്കെ കാത്തിരിക്കുന്നത് ഇവളുടെ മരിക്കാനാണല്ലേ? അന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി തന്നെ ശിവശങ്കരനും സംഘവും പൂർണ്ണമായി തന്നെ ഒറ്റപ്പെട്ടു. വൈജയന്തി മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തന്നെ കൊല്ലാൻ നോക്കിയവരെയല്ല, മറിച്ച് താൻ തള്ളിപ്പറഞ്ഞ സ്വന്തം ചോരയെ തന്നെയാണ്. അലീനയായിരുന്നു അവൾ കണ്ടത്. ആ തിരിച്ചറിവിൽ വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും പശ്ചാത്താപത്തിന്റെ കണ്ണുനീരൊഴുകി. വൈജയന്തിയുടെ കണ്ണ് തുറന്നതോടുകൂടി തന്നെ കടപ്പാട്ടൂർ വീട്ടിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുകയാണ്. വൈജയന്തിയുടെ വിരലുകൾ മെല്ലെ ചലിച്ചു തുടങ്ങിയപ്പോൾ അലീന ഓടിപ്പോയി ബാലചന്ദ്രനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അച്ഛാ, അമ്മ കണ്ണ് തുറക്കുന്നുണ്ട്. അലീനയുടെ ആ വിളി കേട്ട് ശിവശങ്കരനും കമലയും ഹരിയും ഒക്കെ ഭീതിയോടുകൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വൈജയന്തി സംസാരിച്ചാൽ തങ്ങളുടെ കള്ളത്തരങ്ങൾ പുറത്താകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. വൈജയന്തി മെല്ലെ കണ്ണു തുറന്നു ചുറ്റും നോക്കി. അവൾ ആദ്യം കണ്ടത് തന്നെ നോക്കി പല്ലിറുമെന്ന ശിവശങ്കരനെയും ഭവിതയുമാണ്. പേടിയോടെ അവൾ അലീനയുടെ കൈകളിലേക്ക് മുറുകെ പിടിച്ചു. കമല അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. എന്റെ വൈജയന്തി, നിനക്ക് ബോധം വന്നല്ലോ. ഞങ്ങൾ എത്ര പേടിച്ചു എന്നോ. പക്ഷേ വൈജയന്തി തന്റെ കൈ കമലയുടെ പിടിയിൽ നിന്നും ദേഷ്യത്തോടെ അങ്ങ് തട്ടിമാറ്റി. അവളുടെ ആ ഒരു നോട്ടം ബാലചന്ദ്രനിലേക്ക് നീണ്ടു. ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് തന്നെ അവൾ തപ്പിത്തടഞ്ഞു പറഞ്ഞു, പാലേട്ട, അവർ എന്നെ കൊല്ലാൻ നോക്കി. മുറിയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ബാലചന്ദ്രന്റെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. ആരാടാ അത്? ബാലചന്ദ്രന്റെ ശബ്ദം ആ വീടിനെ നടുക്കി. വൈജയന്തി കൈ വിറപ്പിച്ചുകൊണ്ട് ശിവശങ്കരന് നേരെ വിരൽ ചൂണ്ടി. ആ ബ്രേക്ക് ഫെയിലാക്കിയത് ഇവനാണ് എന്ന് പറയും. എന്റെ കയ്യിലുണ്ടായിരുന്ന രേഖകൾക്ക് വേണ്ടി അവൻ എന്നെ ചതിച്ചു.
ശിവശങ്കരൻ അന്നേരം പരിഭ്രമിച്ചുകൊണ്ട് തന്നെ മാറി നിന്നു. ഇവൾക്ക് ഭ്രാന്താണ് ബാലേട്ട. ആക്സിഡന്റിന്റെ ആഘാതത്തിൽ ഇവൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. പക്ഷേ അപ്പോഴാണ് മനുശങ്കർ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. മനുവിന്റെ കയ്യിൽ വലിയൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അച്ഛൻ പറയുന്നതിനേക്കാൾ വലിയൊരു തെളിവ് അവന്റെ കയ്യിലുണ്ട്. മനു പറഞ്ഞു, ഹോസ്പിറ്റലിൽ വെച്ച് ശിവശങ്കരനും ഹരിയും അലീനയെ ഭീഷണിപ്പെടുത്തുന്നതും വൈജയന്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും മനു രഹസ്യമായി തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോ പ്ലേ ചെയ്തതോടുകൂടി തന്നെ കടപ്പാട്ടൂർ വീട്ടിലെ കള്ള നാണയങ്ങൾ പൊളിഞ്ഞു വീണു. ബാലചന്ദ്രൻ അടങ്ങാത്ത ദേഷ്യത്തോടു കൂടി തന്നെ ശിവശങ്കറിനെ കോളറിന് പിടിച്ചു. ഇത്രയും കാലം എന്റെ ചോര കുടിച്ചു വളർന്ന നീയൊക്കെ എന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേടാ. ബാലചന്ദ്രൻ അപ്പത്തന്നെ പോലീസിനെ വിളിച്ചു. ശിവശങ്കരനെയും സംഘത്തെയും പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ കമല കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ കാല് പിടിച്ചു. അന്നേരം ബാലചന്ദ്രൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. എല്ലാം ശാന്തമായപ്പോൾ വൈജയന്തി അലീനെ അരികിലേക്ക് വിളിപ്പിച്ചു. മോളെ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. എന്റെ അഹങ്കാരമായിരുന്നു എല്ലാത്തിനും കാരണം. നീ എന്നോട് ക്ഷമിക്കണം. അലീന അമ്മയുടെ കൈകളിൽ തല ചായച്ചുകൊണ്ട് തന്നെ വിതുമ്പി. മനുശങ്കർ അലീനയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. ബാലചന്ദ്രൻ അലീനയോടായി പറഞ്ഞു, മോളെ, നീയാണ് ഈ വീടിന്റെ ഭാഗ്യം. ഇനി നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. മനുവും അലീനയും തമ്മിലുള്ള കല്യാണം അലീന ഇനി ഒരു കാരണവശാലും ആ വീട് വിട്ട് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി, തന്റെ കുടുംബത്തിൽ നിന്നും അകന്നു പോവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. മനുവും അലീനയും തമ്മിലുള്ള വിവാഹം അങ്ങ് ബാലചന്ദ്രൻ ഉറപ്പിച്ചു. വൈജയന്തിയുടെ സമ്മതത്തോടു കൂടെ തന്നെ അലീന കടപ്പാട്ടൂർ വീട്ടിലെ വെറും ഒരു മരുമകളായിട്ടല്ല, മകളായി തന്നെ ആ വീട്ടിൽ വാഴണമെന്ന് തന്നെയാണ് ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ആഗ്രഹം. അങ്ങനെ ഇനി നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ നല്ല സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.